ഹേയ് ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, എൻ്റെ അടുത്ത് ഇതുപോലെ 2 സ്കിന്നി ജീൻസ് ഉണ്ട്. കുറച്ച് കാലം മുന്നേ ഉള്ളതാണ്. പണ്ടത്തെ കാലത്ത് സ്കിന്നി ജീൻസ് ട്രെൻഡ് ആയിരുന്നല്ലോ. ആ സമയത്ത് എനിക്ക് ഇതിൻ്റെ ബ്ലാക്ക്, ആഷ് കളറ്, ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ്, ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് എന്നിങ്ങനെ വേണ്ട എല്ലാ ഷെയ്ഡുകളും ഉണ്ടായിരുന്നു. എല്ലാ കളേഴ്സ് ഇപ്പോഴും എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ബ്ലാക്കിൻ്റെ ഈ 2 ഷെയ്ഡ്സ് വെച്ചിട്ട് ഒരൊറ്റ പാൻറ്റാക്കിയിട്ട് എടുക്കാം. അതെങ്ങനെയെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ പാൻസിൻ്റെ സൈഡ് പോർഷൻ ഇല്ലേ, ഒരു പാൻറ്റിൻ്റെ സൈഡ് നമ്മൾ ഇതുപോലെ ഓപ്പൺ ചെയ്ത് വയ്ക്കാം. ഈ സെയിം പോലെ തന്നെ അടുത്ത സൈഡും 2 സൈഡും ഇതുപോലെ ഓപ്പൺ ചെയ്ത് വയ്ക്കണം. ഈ ഒരു ജീൻസാണ് ഞാൻ മെയിൻ ജീൻസായിട്ട് യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ വേസ്റ്റ് പോർഷൻ നിങ്ങൾക്ക് കറക്റ്റ് ഫിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും. എന്നിട്ടിപ്പോൾ ഞാൻ ഈ കാണിക്കുന്നില്ലേ, അതായത് മറ്റേ ജീൻസ് പാൻറ്റ് ഇതുപോലെ ഉൾട്ടയായിട്ട് വെക്കാം. കാരണം അതിൻ്റെ ആ ഒരു പാൻറ്റിൻ്റെ തൈസിൻ്റെ ആ സൈഡിലായിരിക്കും കുറച്ച് അധികം മെറ്റീരിയൽ ഉള്ളത്. ആ മെറ്റീരിയൽ നമ്മൾ താഴത്തെ പോർഷനും കൂടെ മെർജ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അത്യാവശ്യം നല്ല വിഡ്ത്തിൽ കിട്ടും. അപ്പോൾ ഒരു ബെൽ ബോട്ടം ടൈപ്പിലുള്ള ഒരു ജീൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. അതാണ് എൻ്റെ പ്ലാൻ. സോ അതിന് വേണ്ടിയിട്ടാണ് ഒരു സൈഡ് ഓപ്പൺ ചെയ്ത് വെച്ചത്. മറ്റേ സൈഡ് ഓപ്പൺ ചെയ്യണം, എന്നിട്ട് ഇത് രണ്ടും കൂടി മെർജ് ചെയ്തെടുക്കുക ചെയ്യുക. ഇപ്പം ഞാൻ ഈ കാണുന്നത് പോലെയാണ് അത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി താഴത്തെ പോർഷൻ ഫുൾ കട്ട് ചെയ്ത് മാറ്റാം, ദെൻ സൈഡത്തെ പോർഷൻ കൂടിയും കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ലുക്ക് കിട്ടും. ഇനി നമ്മൾ നേരത്തെ ഒരു സൈഡ് ഓപ്പൺ ചെയ്തില്ലേ, അതുപോലെ മറ്റേ പാൻറ്റിൻ്റെ ആ സൈഡ് ഓപ്പൺ ചെയ്തിട്ട് രണ്ടും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക ചെയ്യുന്നത്. സിമ്പിൾ പ്രോസസ്സാട്ടോ, ഭയങ്കര ഹെവി, ഭയങ്കര അങ്ങനെ പണി പിടിച്ചൊരു പ്രോസസ്സൊന്നുമല്ല. അപ്പോൾ ഞാൻ 2 സൈഡും ഇതുപോലെ ഓപ്പൺ ചെയ്തെടുത്തിട്ട് കണ്ടോ, ഇതുപോലെയാണ് ഓപ്പൺ ചെയ്താൽ കിട്ടുക. എന്നിട്ട് നമ്മൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ജീൻസ് ആയതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. നോർമൽ മെഷീനിലൊക്കെ സ്റ്റിച്ചിങ് പിടിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഹൈ സ്പീഡിൽ മെഷീനിലാണ് ഞാനത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലുക്കാണ് നമുക്ക് കിട്ടുന്നുണ്ടാവാം. സംഭവം ആക്ച്വലി സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഈ ലുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നല്ല ഫിറ്റ്, എനിക്ക് ആ ഫിറ്റാണ് അധികം മെയിനായിട്ട് അതിലിഷ്ടമായത്. താഴത്തെ ഈ ഷെയ്ഡ് വരുന്നതും എനിക്ക് ഭയങ്കര ബോറായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. അത്യാവശ്യം ഭംഗിയുണ്ടായിരുന്നു. ബട്ട് എന്നാലും നമുക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഞാനത് ഡൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഇത് കദം ബ്രാൻഡിൻ്റെ പക്ക രാഗ ഡൈ കിറ്റാണ്. ഇത് എസ്പെഷ്യലി ജീൻസിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇതിൽ ബ്ലാക്ക് കളറാണ് ഞാനിപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരെ കിറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഡൈ കളർ വരുന്നുണ്ട്. ഇതിപ്പോൾ ബ്ലാക്ക് ആയതുകൊണ്ട് ബ്ലാക്ക് കളേഴ്സ് മാത്രമായിരിക്കും. പിന്നെ ഡൈ ഫിക്സർ വരുന്നുണ്ട്, അതൊരു ലിക്വിഡാണ് വരുന്നുണ്ടാവുക. പിന്നെ ഒരു ഗ്ലൗസും വരുന്നുണ്ട്, ഇതുപോലെ ഒരു ഷീറ്റും. അപ്പം നമുക്ക് പണി തുടങ്ങാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഒരു വെസലിൽ കുറച്ചധികം വെള്ളം എടുത്തിട്ട് നമ്മുടെ ജീൻസില്ലേ, ഡൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജീൻസ് നമ്മളിതിൽ മുക്കി വയ്ക്കുക ചെയ്യുന്നത്. അതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഡയറക്റ്റ് ആ ഡൈ വാട്ടറിലേക്ക് ഇത് ഇടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സൈഡിലും ജീൻസിൽ ഡൈ പിടിക്കാൻ ചാൻസ് ഇല്ല. ഇതിങ്ങനെ വെറ്റായിട്ടാണ് ജീൻസ് നമ്മൾ ആ ഒരു പാത്രത്തിലേക്ക് ഇടുന്നുണ്ടെങ്കിൽ ആ ഒരു ഓൾറെഡി ജീൻസ് വെറ്റാണല്ലോ, അപ്പോൾ പെട്ടെന്ന് ഡൈ അതിലേക്ക് അബ്സോർബ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെറ്റാക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അത് തിളക്കാൻ വയ്ക്കുക. അതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കണം. കുറച്ചധികം സോൾട്ട് ഇട്ടാൽ നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഡൈ പൗഡർ അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു പാക്ക് ഡൈ ആണെന്നുണ്ടെങ്കിൽ നോർമൽ ഇതെല്ലാം ആ ഒരു ഡൈയുടെ പാക്കിൻ്റെ കവറിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതായത് ഒറ്റ പാക്ക് ഡൈ പൗഡർ ഇടുന്നുണ്ടെങ്കിൽ നോർമൽ ബ്ലാക്ക് കളർ ആയിരിക്കും. 2 പാക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല എക്സ്ട്രാ ഡാർക്ക് ആയിരിക്കും. ഒരു പാക്കിൻ്റെ തന്നെ ഹാഫ് ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് ലൈറ്റ് ഷെയ്ഡ് ആയിരിക്കും. അങ്ങനെയൊക്കെ അവർ അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ജീൻസ് പാൻറ്റ് ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ടും ഒരു 5 മിനിറ്റോളം അതൊന്ന് തിളച്ച് റെഡിയാവണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ജീൻസ് ഇതുപോലെ വയ്ക്കുന്ന സമയത്ത് ഒന്ന് കുത്തി ആ വെള്ളം എല്ലാ സ്ഥലത്തും ഒരുപോലെ മുങ്ങുന്ന രീതിയിലാക്കി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം വരിക വെച്ചാൽ, ഒരു സൈഡിൽ ഒരു കളർ, ഒരു സൈഡിൽ കുറച്ച് കളർ കുറവ്, അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെ ഈ ഒരു ജീൻസ് ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെക്കണം. അതാകുമ്പോൾ എല്ലാ സ്ഥലത്തും കറക്റ്റായിട്ട് ഡൈ പിടിച്ചോളും. ദെൻ നമ്മൾ ആ ഒരു 20 മിനിറ്റ്സ് അങ്ങനെ വെച്ചതിന് ശേഷം പിന്നെ
ചെയ്യേണ്ടത് നമ്മുടെ ഡൈ ഫിക്സർ ഇല്ലേ, ഡൈ ഫിക്സർ നോർമൽ വാട്ടറിലേക്ക് മിക്സ് ചെയ്തിട്ട് ജീൻസ് അതിലൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെയും ഒരു 5 മിനിറ്റ് ചെയ്യണം. ദെൻ നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അങ്ങനെ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത്, അതായത് ഡ്രൈ ആക്കുന്ന സമയത്ത് ഡയറക്റ്റ് സൺലൈറ്റ് അവോയ്ഡ് ചെയ്യണം. അതായിരിക്കും ബെറ്റർ വേ. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇപ്പോൾ 2 ഷെയ്ഡൊക്കെ മാറിയിട്ട് സിംഗിൾ ഷെയ്ഡായിട്ടുണ്ട്. എങ്ങനെയുണ്ട്, ഡൗട്ട് ഉണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം.